സമുദായ സംഘടനകളുടെ ആസ്ഥാനം സന്ദർശിച്ച് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന്റെ പ്രധാന മുഖമായി മാറുവാൻ ചെന്നിത്തല നടത്തുന്നത് ശ്രദ്ധേയ നീക്കങ്ങൾ. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വീണ്ടും ഡാറ്റ ചോർത്തലിൽ കുടുക്കി ചെന്നിത്തല. സ്പ്രിംഗ്ലർ ഡാറ്റ ചോർച്ച വിവാദത്തിൽ ഉത്തരം മുട്ടിയ മുഖ്യമന്ത്രിക്ക് പുതിയ വിവാദവും വലിയ ക്ഷീണമാകും. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനം ചൂണ്ടിക്കാട്ടി ചെന്നിത്തല മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാഴ്ത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിച്ചു വരുമ്പോൾ UDFന്റെ മുഖമായി മാറുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. VD സതീശനുമായി സമുദായ സംഘടനകൾ അകലമിടുമ്പോൾ രമേശ് ചെന്നിത്തല ഈ നേതാക്കളുമായി അടുത്ത് സഹകരിച്ച് UDFനോട് ചേർത്ത് നിർത്തുന്നു. UDFന് സമുദായ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി സമുദായ ആസ്ഥാനങ്ങളിൽ ചെന്നിത്തല നടത്തുന്ന സന്ദർശനം ഭരണപക്ഷത്തെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഡാറ്റ ചോർച്ചാ വിഷയത്തിൽ നിർത്തിപ്പൊരിക്കുന്ന ചെന്നിത്തല കൂടുതൽ സജീവമായി ഇടപെടലുകൾ നടത്തുകയാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ ചെയർമാനായി ഹൈക്കമാൻഡ് ചെന്നിത്തലയെ നിയോഗിച്ചതോടെ തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ കാര്യമായ റോൾ വഹിക്കാനുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തും NSS ആസ്ഥാനത്തും ചെന്നിത്തല സന്ദർശനം നടത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടി. രാവിലെ ദേവലോകത്തെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തല കത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയത്. NSS ആസ്ഥാനം സന്ദർശിച്ചതിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും പുഷ്പാർച്ചന നടത്താൻ വേണ്ടി വന്നതാണെന്നുമാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. G. സുകുമാരൻ നായരുമായി ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്കും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ NSS ആസ്ഥാനത്ത് താൻ പുഷ്പാർച്ചന നടത്താറുണ്ടെന്നും NSSുമായി തനിക്ക് പണ്ട് അകൽച്ച ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഇല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓർത്തഡോക്സ് സഭ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ദേവലോകത്ത് താൻ ഇന്നും ഇന്നലെയും പോകാൻ തുടങ്ങിയതല്ലെന്നും ബാവ തിരുമേനിമാരുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതിയുഗ യാത്രയിലൂടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ള മറുപടിയാണ് ചെന്നിത്തലയുടെ സമുദായ സംഘടനാ ആസ്ഥാനത്തേക്കുള്ള സന്ദർശനം എന്ന വിലയിരുത്തലുണ്ട്. ഡാറ്റ ചോർച്ചയിൽ സ്പാർക്കിൽ നിന്ന് ജീവനക്കാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ എന്ന വെളിപ്പെടുത്തലുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് സർക്കാരിന് ഏറെ ക്ഷീണമായിരുന്നു. കേസ്മാർട്ട് ആപ്പിൽ നിന്ന് സമ്പൂർണ്ണ വിവരങ്ങൾ PRDക്ക് കൈമാറണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു. വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് കത്തിൽ നിന്ന് വ്യക്തമാണ്. ഗുരുതര ഡാറ്റ ചോർച്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യപ്രകാരമെന്നും ചെന്നിത്തല ആരോപിച്ചു. PRDക്ക് വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ OSD ആണ്. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ കത്ത് ചെന്നിത്തല പുറത്തുവിട്ടു. പേര്, ഫോൺ നമ്പർ, പ്രായം എന്നീ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും നിയമവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ കേസ് എടുക്കേണ്ട സാഹചര്യമെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഡാറ്റ ചോർത്തൽ. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണിത്. 2026 ഫെബ്രുവരി മാസത്തിന് മുൻപ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നൽകണമെന്ന് അറിയിച്ചാണ് കത്തയച്ചത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മെസ്സേജുകൾ എത്തുന്നു. പ്രധാനമന്ത്രി ചെയ്താലും മുഖ്യമന്ത്രി ചെയ്താലും തെറ്റാണ്. KSRTC ഇപ്പോൾ പരസ്യവണ്ടിയായെന്നും ചെന്നിത്തല പരിഹസിച്ചു. മുൻകാലങ്ങളിൽ സ്പ്രിംഗ്ലർ വിവാദമടക്കം ഉയർത്തി രമേശ് ചെന്നിത്തല കളം നിറഞ്ഞിരുന്നു. ഇതിനിടെയാണ് അദ്ദേഹം വീണ്ടും ഡാറ്റ ചോർച്ച വിവാദവുമായി കളം നിറയുന്നത്.